Hi guys, welcome back to our channel. അപ്പോൾ ഞാൻ ശ്രുതി കാർത്തികേയൻ. ഓണൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരാളുടെ കൂടിയാണ് വന്നിരിക്കുന്നത്, എൻ്റെ സിസ്റ്റർ. ആളെ ഓർമ്മയില്ലേ പണ്ടത്തെ ഒരു വീഡിയോയിൽ? അപ്പോൾ കാവ്യ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു സംഭവം ചെയ്യാമെന്ന്, അതായത് ടേണിങ് മൈ സിസ്റ്റർ ഇൻ ടു മീ എന്നുള്ളൊരു നല്ലൊരു ചാലഞ്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എൻ്റെ എക്സാക്റ്റ് ലുക്കിലേക്ക് എൻ്റെ അനിയത്തിനെ മാറ്റിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഐ മേക്കപ്പ് കുറച്ച് ഓവർഡു ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാലല്ലേ നിങ്ങൾക്ക് ചെയ്ത് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ ഒരു റിസംബ്ലൻസ് ഉണ്ട്. അപ്പോൾ ഈ മേക്കപ്പ് കൂടെ ചെയ്യുമ്പോൾ വരുമോ നമുക്ക് നോക്കാം. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടാലോ. പിന്നെ ഓണായതുകൊണ്ട് ഈ ഒരു സെറ്റ് മുണ്ട് സെറ്റ് സാരി ലുക്ക് തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം എന്നെ ഇവളാക്കുന്നു, ഇവളെ ഞാനാക്കുന്നു, എന്തെങ്കിലുമൊക്കെ നാക്കടയുന്നില്ല. അപ്പോൾ ഞാൻ ഈ ലുക്കിന് ആദ്യം തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിവിയയുടെ മോയ്സ്ചറൈസർ. ഇതെന്നെ മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ടോണർ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ശേഷ ബ്യൂട്ടിയുടെ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾ കുസാറ്റിലാണ് പഠിക്കുന്നത് കേട്ടോ, പക്ഷെ ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല. ലോക്ക്ഡൗൺ ഭയങ്കര അടിച്ച് പഠിക്കാന്നൊക്കെ വിചാരിച്ചതാണ്, രക്ഷപ്പെട്ടു. എന്താ പഠിക്കുന്നതെന്ന് പറഞ്ഞോ? കൺസൾട്ടിങ്. ഇനി ഇതൊന്ന് 5 മിനിറ്റ് കൊടുത്ത് നമുക്കിത് ഉണക്കിയെടുക്കാം. നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ടു ഫേസിൻ്റെ ബോൺ ദിസ് വേയുടെ ഷെയ്ഡാണ് എടുക്കുന്നത് കേട്ടോ. ഈ സെയിം ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും വേറെ ഒരെണ്ണമായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഇട്ട സെയിം ഷെയ്ഡായിട്ടുള്ള കൺസീലർ ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ LA Pro ഗേളിൻ്റെ കൂൾ ടാൻ എന്നുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺസീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ലൂസൻ പൗഡർ എടുക്കുന്നുണ്ട്, ലോറ മേഴ്സിയറിൻ്റെ. അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ കൺസീലറിനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കോണ്ടോർ ചെയ്യാം. കോണ്ടോർ ചെയ്യാനായിട്ട് ഭരത് ആൻഡ് ഡോറസിൻ്റെ ഒരു കോണ്ടോർ കിറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വിളിച്ച മുഖം ചുണ്ടല്ലിയുടെ പോലെ ചുണ്ടല്ലിയുടെ പോലെ പിടിച്ച് ഇങ്ങനെ 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 ചുണ്ട്. അതന്നെ, അത് മതി. നമുക്ക് മൂക്കിൻ്റെ അവിടെ ഷേപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഐബ്രോസ് ചെയ്യാം. ഐബ്രോസ് ത്രെഡ് ചെയ്യൂല എത്ര പറഞ്ഞാലും, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഉള്ളതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഷേപ്പിലാക്കി വയ്ക്കാം. അപ്പം ഞാൻ ഐ മേക്കപ്പിലേക്ക് എടുക്കുകയാണ്. ഇതേ ഐ ഷാഡോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഐ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് ഇത് നമ്മൾ നേരത്തെ എടുത്ത കൺസീലർ കണ്ണിൻ്റെ മുകളിൽ നിന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക കൈ വെച്ച് തന്നെ. നമ്മൾ നേരത്തെ എടുത്ത ട്രാൻസ്ലൂസൻ പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം.
ഐ ഷാഡോ മേക്കപ്പ് റെവല്യൂഷൻ്റെ കിറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഐ മേക്കപ്പ് ചെയ്യാനായിട്ട്, ഞാൻ ചെയ്ത എക്സാക്റ്റ് ലുക്ക് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് എൻചാൻറ്റഡ് എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. ക്രീസിലേക്ക് കണക്കി ഈ പാലറ്റിലെ റൊമാൻസ് എന്നുള്ള ഈ ഷെയ്ഡ് ഞാൻ എടുത്ത് ലിഡ് മൊത്തം കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ക്രീസിലിട്ട് ഈ എൻചാൻറ്റഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഞാൻ കണ്ണിൻ്റെ താഴത്തേക്ക് ഒന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്ത് ജസ്റ്റ് ഞാനൊരു സ്മോക്കി എഫക്റ്റ് കൊടുക്കാൻ പോവാണ്. അതിലുള്ള ആ ലെഫ്റ്റ് ഓവറിന് താഴത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യണം കേട്ടോ. പ്രോജക്റ്റ് സെൻഡ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയിൽ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിലുണ്ട് ഒരു ഗ്ലിറ്ററി പോലത്തെ. അതിന് വേണ്ടി ഞാൻ വേറെ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു സ്റ്റീം പങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല സൂപ്പർ ഗ്ലിറ്ററി ആയിട്ടുള്ളത് എടുത്ത് കണ്ണിൻ്റെ ലിഡിൽ മാത്രം കൊടുക്കുക. അപ്പോൾ നോക്കി എൻ്റെ കണ്ണിൻ്റെ പോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഐലൈനർ വെച്ച്, ലാക്മേയുടെ ഒരു ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതാം. ഇനി ഞാൻ കണ്ണ് താഴെ എഴുതാൻ പോവാണ്. സ്വിസ് ബ്യൂട്ടിയുടെ നമ്മുടെ കണ്ണ് എഴുതുന്ന വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഈ ഭാഗത്തായിട്ട് വരും, ഒന്ന് നോക്കിയാൽ മതി. ഈ ഭാഗത്തായിട്ട് വരും, അപ്പോൾ നോക്കിയാൽ മതി കേട്ടോ. അതന്നെ. അപ്പോൾ ഈ കണ്ണ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫൈനൽ ടച്ച് കൂടി ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതും കൂടി എഴുതിയിട്ട് കാണാം. ഇങ്ങനെ അപ്പോൾ നമ്മൾ രണ്ട് കണ്ണും ഒരേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രോ ബോണിൽ ഈ മുകളിൽ ഭാഗം ജസ്റ്റ് ഒന്ന് ഒരു ഹൈലൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഐ ഷാഡോ തന്നെയുള്ളൊരു ഹൈലൈറ്റർ വെച്ചിട്ട് കാണാം. വിരലുകൊണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗിയായിട്ടിരിക്കും കണ്ണ്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ണും ഇതുപോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രോ ബോൺ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. നമുക്ക് ഇന്നർ കോർണറും കൂടി ചെയ്യാനുണ്ട്, അത് ലാസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. നല്ല നല്ല പീലി ഉണ്ട് കേട്ടോ, അതായത് ഇത് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് ഫോൾസ് ലാഷസ് ഒന്നും വെക്കണ്ട. എന്റെ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നോ? ഇല്ല, ശരിക്കും ഉണ്ട്. നോക്കി കണ്ണടച്ച് കാണിച്ചെടുത്തേക്കണ്ട. നല്ല അടിപൊളി ഐലാഷസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോൾസ് ലാഷസ് വെക്കേണ്ട ആവശ്യമില്ല, മസ്കാര ഇട്ട് കൊടുത്താൽ മതി. ഇന്നർ കോർണർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബ്ലഷ് എടുക്കാം. ഒരു പീച്ച് ബ്ലഷ് എടുത്തിട്ട് സ്മൈൽ. ഇനി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം ജസ്റ്റ് ഈ ഭാഗത്ത്. ഇനി നമുക്ക് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക്, ഞാൻ ഇട്ട സെയിം ഷെയ്ഡുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഇടാം. ലാക്മേയുടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട് മുഖത്തെ, ഫേസിൽ. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിന് സ്മാഷ് ബോക്സിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ണൊഴികെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫേസിൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി ഫൈനൽ ലുക്കിലേക്ക് പോയാലോ? ഓക്കെ, ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.